എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഇന്ന് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ ഷോർട്ട് കട്ട് ഫോർമുലാസും ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഫോർ കാൽക്കുലേഷൻ ഇവയെല്ലാം കാൽക്കുലേഷൻ്റെ ഫാസ്റ്റസ്റ്റ് മെത്തേഡിൽ എങ്ങനെ ചെയ്യുക ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മെഗാ റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എക്സ് എണ്ണം സാധനങ്ങൾ വിൽക്കുമ്പോൾ വൈ എണ്ണത്തിന്റെ വാങ്ങിയ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം കാണാൻ ഒരു ഷോർട്ട് കട്ട് ഫോർമുല ഉണ്ട്. y/x × 100. ഇവിടെ ഒരേ ഇനത്തിലൊരു PSC ക്വസ്റ്റ്യൻ ആണ്. ഒരേ ഇനത്തിൽപ്പെട്ട 44 സാധനങ്ങൾ വിൽക്കുമ്പോൾ ലാഭമായി കിട്ടിയത് 11 സാധനങ്ങളുടെ മുടക്കുമുതൽ എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില, വാങ്ങാൻ എത്ര വില ലഭിച്ചാൽ ലാഭശതമാനം എത്ര? അതേ രൂപത്തിലാണ് ഈ ചോദ്യം. അതായത് എക്സ് സാധനങ്ങൾ വിറ്റപ്പോൾ വൈ സാധനങ്ങളുടെ വാങ്ങിയ വില, മുടക്കുമുതൽ വാങ്ങിയ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം എന്ന് പറയുന്നത് y/x × 100%. ലാഭശതമാനമാണ് ചോദിച്ചേക്കുന്നത്. സമം y/x × 100%. ഇവിടെ y എത്ര? 11/x എത്ര? 44 ഗുണം 100%. 11, 14, 14, 46. 100/4 വരും. 25%. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം കാണാൻ എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. നഷ്ടശതമാനം കാണാനും അതുപോലെ തന്നെ. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ നഷ്ടശതമാനം കാണാനും അതേ ഫോർമുല, എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. 350ൻ്റെ എത്ര ശതമാനമാണ് 42? 350ൻ്റെ എത്ര എന്നുള്ള അറിയാത്തതുകൊണ്ട് നമ്മൾ എക്സ് ശതമാനം എന്ന് കൊടുത്തു. 350 എന്നുള്ളിടത്ത് ഇൻറ്റു കൊടുക്കുക. ഇൻറ്റു എക്സ് ശതമാനം എന്ന് പറയാം x/100 സമം 42. 350/100 എക്സ് എന്ന് പറയുന്നത് 42 ആണ്. അപ്പോൾ നമുക്ക് എക്സ് കാണാൻ കൂടെ കിടക്കുന്ന സംഖ്യ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഹരിച്ചാൽ മതി. 4x എന്ന് പറയുന്നത് 8 എന്ന് പറഞ്ഞാൽ എക്സ് സമം 8/4 എന്ന് പറയുന്നത് പോലെ 350/100 എക്സ് എന്ന് പറയുന്നത് 42 ആണ്. അങ്ങനെ ഒന്ന് എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 42 കൂടെ കിടക്കുന്ന 350/100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഫ്രാക്ഷൻ ആയതുകൊണ്ട് അത് തിരിച്ചിട്ട് ഗുണിക്കാം. നമുക്ക് 42 × 100/350. 0 കട്ട് 7 വെച്ച് കട്ട് 7 6 42 7 5 35. 6 ഗുണം 10/5 12% ഓപ്ഷൻ എ ആണ് ഉത്തരം. അതായത് 350ൻ്റെ എത്ര ശതമാനം അറിയാത്തതുകൊണ്ട് നമ്മൾ എക്സ് ശതമാനം എന്ന് കൊടുത്തു. സമം 42. 350 ഉള്ളിടത്ത് ഇൻറ്റു ചിഹ്നം കൊടുത്തു. എക്സ് ശതമാനം എന്ന് പറയാം x/100 സമം 42. 350/100 എക്സ്, അതായത് 350 × x/100 എന്ന് പറയാം 350/100 എക്സ് 42. എക്സ് ആണ് എന്ന് 42 കൂടെ കിടക്കുന്ന 350/100 ഇട്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ ഇട്ട് ഹരിക്കാൻ പറഞ്ഞാൽ 42 ഇൻറ്റു അത് തിരിച്ചിട്ട് ഗുണിക്കുക. 100/350. 0 കട്ട് ചെയ്തു. ഇനി 42 35 കൂടെ വെട്ടാം. 7ൻ്റെ മൾട്ടിപ്ലൈ 7 6 42 7 5 35. 5 2 6 ഗുണം 2 12% ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒരു പരീക്ഷയ്ക്ക് ഹാജരായവരിൽ 49.3% കുട്ടികൾ വിജയിച്ചു. ജയിച്ചവരുടെ എണ്ണം 23,128 പേരാണ് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ആകെ എത്ര കുട്ടികൾ പരീക്ഷ എഴുതിയെന്ന ചോദ്യം. അതായത് വിജയ ശതമാനം 49.3%. വിജയിച്ച കുട്ടികളുടെ എണ്ണം 23,128. ആകെ കുട്ടികൾ അറിയാത്തതുകൊണ്ട് നമുക്ക് എക്സ് എടുക്കുന്നത്, അതാ കണ്ടുപിടിക്കേണ്ടത്. അതായത് ആകെ ഉള്ളതിൻ്റെ 49.3% എന്ന് പറയുന്നത് വിജയിച്ച കുട്ടികളാണ് 23,128. അപ്പോൾ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 23,128ൻ്റെ കൂടെ കിടക്കുന്ന 49.3% കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 23,128 ഡിവൈഡഡ് ബൈ 49.3% എന്ന് പറയാം ബൈ 100%. അതായത് 23,128 ഡിവൈഡഡ് ബൈ ഒരു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 100/49.3 46,913 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. 46 ആകെ കുട്ടികളുടെ എണ്ണം 46,913 വരും.
വിജയ ശതമാനം തന്നിട്ടുണ്ട്, വിജയിച്ച കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ആകെ എത്രയാണെന്ന് ചോദിച്ചാൽ വിജയിച്ച കുട്ടികൾ 49.3%. വിജയിച്ച കുട്ടികളുടെ എണ്ണം വിജയിച്ച കുട്ടികളുടെ ശതമാനം വിജയ ശതമാനം 49.3. വിജയിച്ച കുട്ടികളുടെ എണ്ണം 23,120. ആകെ കുട്ടികൾ അറിയാത്തതുകൊണ്ട് എക്സ് എന്നെടുക്കുന്നു. എക്സിൻ്റെ 49.3%, 23,128. അത് എക്സ് കാണാൻ എക്സ് സമം 23,128 ഡിവൈഡഡ് ബൈ കൂടെ കിടക്കുന്ന 49.3% ബൈ 100. അപ്പോൾ അത് തിരിച്ചിട്ട് ഗുണിക്കുക. നമുക്ക് 46,913 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. റൂട്ട് 45 പ്ലസ് റൂട്ട് 180. 45നെ 5ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാം. 9 5 45. അപ്പോൾ ഈ റൂട്ടിനകത്തുള്ള 9 ഇനി വെളിയിലെടുത്താൽ 3 വരും. റൂട്ടിൻ്റെ 5ൻ്റെ അറിയാത്തതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാം. 3 റൂട്ട് 5. ഇനി ഇവിടെ 36 180 5ൻ്റെ ഗുണിതമായിട്ട് എഴുതുമ്പോൾ 5 കൊണ്ട് കഴിച്ചാൽ 36 കിട്ടും. 36 ഗുണം 5 എന്ന് എഴുതാം. 36ൻ്റെ റൂട്ടിങ് വെളിയിലെടുക്കുക. 6 36ൻ്റെ സ്ക്വയർ റൂട്ട് എത്ര 6. പിന്നെ ഇവിടെ ഇതിനകത്ത് എന്തുകൊണ്ട് ഒരു റൂട്ട് 5 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാ 3 റൂട്ട് 5 പ്ലസ് 6 റൂട്ട് 5 വരും. 3 റൂട്ട് 5ഉം 6 റൂട്ട് 5ഉം കൂടെ കൂട്ടിയാൽ 9 റൂട്ട് 5. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 9 റൂട്ട് 5. 4 റൂട്ടും 3 റൂട്ടും കൂടെ കൂട്ടിയാൽ 7 റൂട്ടും. 5 റൂട്ടും 5 റൂട്ടും കൂടെ കൂട്ടിയാൽ 10 റൂട്ടും. അതുപോലെ 3 റൂട്ട് 5ഉം 6 റൂട്ട് 5 കൂടെ കൂട്ടിയാൽ 9 റൂട്ട് 5. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ എക്സ് സാധനങ്ങൾ വിൽക്കുമ്പോൾ, എക്സ് എണ്ണം വിൽക്കുമ്പോൾ വൈ എണ്ണത്തിൻ്റെ വിറ്റ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം കാണാനുള്ള ഫോർമുല ഇതാണ്. വൈ ബൈ എക്സ് മൈനസ് വൈ ഇൻറ്റു 100%. അതേ സെയിം മോഡലുള്ള ചോദ്യമാണ്. ഒരു വസ്ത്രവ്യാപാരി 33 സാധനങ്ങൾ വിറ്റപ്പോൾ 11 വസ്ത്രങ്ങളുടെ വിറ്റ വില ലാഭമായി കിട്ടിയാൽ ലാഭശതമാനം. അപ്പോൾ എക്സ് 33 വൈ 11. ലാഭശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി? വൈ ബൈ എക്സ് മൈനസ് വൈ ഇൻറ്റു 100. വൈ ഇവിടെ എത്ര 11 ബൈ 33. അവ തമ്മിലുള്ള വ്യത്യാസം -11 ഇൻറ്റു 100%. അതായത് 11 ബൈ 22 ഇൻറ്റു 100%. 11 1 11 12 22. അപ്പോൾ 2ഉം 100ഉം കൂടെ വെട്ടിയാൽ 50% വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് വൈ ബൈ എക്സ് മൈനസ് വൈ ഇൻറ്റു 100%. വൈ ഇവിടെ 11 ബൈ 33 അവ തമ്മിലുള്ള വ്യത്യാസം -11 ഇൻറ്റു 100%. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സിലബസ് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഏത് എക്സാമാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നത് നോക്കുക. ഏത് കാറ്റഗറി ആണെന്ന് വെച്ചാൽ അതിൻ്റെ സിലബസ് മനസ്സിലാക്കുക. ഫസ്റ്റിൽ സിലബസ് ഫോക്കസ്ഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ കുറേ ഷോർട്ട് കട്ട് മെത്തേഡ്സും ട്രിക്കുകളും ടിപ്പുകളും ഒക്കെ ഉണ്ട്. ഫാസ്റ്റ് കാൽക്കുലേഷൻ മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ടൈം സ്പീഡിലാണ് കണക്ക് ചെയ്യേണ്ടത്. അത് ലെങ്തി ആയിട്ട് ചെയ്യാൻ ടൈമില്ല. നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതിനെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കി അതെല്ലാം റെക്ടിഫൈ ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ തുടരുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.